കോർപ്പറേറ്റുകൾ നമ്മളേറ്റവും സ്നേഹിക്കുന്ന, നമ്മളോട് കരുണയുള്ള പടച്ചവന്റെ അടിമത്തത്തിൽ നിന്നും മാറി കോർപ്പറേറ്റുകൾ പറയുന്നത് പോലെ അവർ പ്രമോട്ട് ചെയ്യുന്ന വസ്ത്രം ധരിച്ച്, അവർ പ്രമോട്ട് ചെയ്യുന്ന ഭക്ഷണം കഴിച്ച്, അവർ പറയുന്നത് പോലെ അവർ പ്രമോട്ട് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഈ കോർപ്പറേറ്റുകൾ എങ്ങനെയാണ്? അവർക്ക് നമ്മോടൊരു ബാധ്യതയുമില്ല. അവർ നമ്മൾ നിന്നും പ്രതീക്ഷിക്കുന്നത് അത് സാമ്പത്തിക ലാഭം മാത്രമാണ്. ആ ലാഭത്തിനു വേണ്ടി നമുക്കെന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടായാലും അതൊരു തരത്തിലും അവരെ ബാധിക്കുന്നില്ല. അവർക്ക് ധാർമ്മികതകൾ ബാധകമല്ല. അങ്ങനെ നമ്മളോടൊരു കമ്മിറ്റ്മെന്റുമില്ലാത്ത, നമ്മളോടൊരു ബാധ്യതയുമില്ലാത്ത കോർപ്പറേറ്റുകളുടെ അടിമത്തത്തിലേക്കാണ് യഥാർത്ഥത്തിൽ പടച്ചവന്റെ അടിമത്തം അല്ലെങ്കിൽ പടച്ചവനുള്ള സമർപ്പണം വിട്ടെറിഞ്ഞുകൊണ്ട് സ്വതന്ത്രതാവാദത്തിലേക്കും അത്തരത്തിലുള്ള ജീവിത രീതികളിലേക്കും പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം. ഇങ്ങനൊക്കെ സംഭവിക്കോ? അങ്ങനൊന്നുമില്ല. ഞാൻ മതത്തെ ഉപേക്ഷിച്ചു എന്നേ ഉള്ളൂ. മതത്തിന്റെ ശരിതെറ്റുകൾ അത് ഞാൻ ഒഴിവാക്കിയേ ഉള്ളൂ. ഞാൻ അങ്ങനെ കോർപ്പറേറ്റുകളുടെ അടിമയൊന്നുമല്ല, ഞാൻ അങ്ങനെ പരസ്യ വിപണിയുടെ അടിമയൊന്നുമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. പക്ഷേ പ്രിയമുള്ളവരെ, ഈ കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ പരസ്യ വിപണിയുമെല്ലാം എങ്ങനെയാണോ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അതുപോലെ തന്നെ നമ്മുടെ ചിന്തയെയും ഭരിക്കുന്നത് എന്നും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനുമുള്ള കുറച്ചുദാഹരണങ്ങളാണ് ഞാൻ ഇന്ന് പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് എഡ്വാർഡ് ബെർണീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇതൊരു അമേരിക്കയിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഇദ്ദേഹം ഒരു പബ്ലിക് റിലേഷൻ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇദ്ദേഹത്തെ 1920കളിൽ അമേരിക്കൻ ടൊബാക്കോ കമ്പനി അദ്ദേഹത്തെ ജോലിക്കെടുത്തു. അമേരിക്കൻ ടൊബാക്കോ കമ്പനി എഡ്വാർഡ് ബെർണീസിനെ ജോലിക്കെടുത്തു. എന്തിനാ ജോലിക്കെടുത്തത് എന്ന് ചോദിച്ചാൽ, അവർ ടൊബാക്കോ കമ്പനിയാണ്, സ്മോക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടൊബാക്കോ കമ്പനിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ ജോലിക്കെടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് ആ കമ്പനി കൊടുത്ത ഒരു ടാർഗറ്റ് എന്താന്ന് ചോദിച്ചാൽ, ഒരു വലിയൊരു സമൂഹത്തിലേക്ക് പുകവലി അത് വിപണിയായി കൊണ്ടു നടക്കുന്ന ഒരു കമ്പനി ഈ വ്യക്തിയെ ഹയർ ചെയ്യുമ്പോൾ, അദ്ദേഹത്തെ ജോലിക്കെടുക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ അമേരിക്കയിൽ സിഗരറ്റ് വിൽപ്പന നടത്തുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള പുരുഷന്മാർ കുറെയൊക്കെ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിലും ഇവിടെയുള്ള സ്ത്രീകൾ സിഗരറ്റ് വലിക്കുന്നതിൽ വളരെ പിന്നോട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള സ്ത്രീകൾ അവരെ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കണം. ഇതാണ് എഡ്വാർഡ് ബെർണീസിനെ ജോലിക്കെടുക്കുമ്പോൾ അമേരിക്കൻ ടൊബാക്കോ കമ്പനി അവർക്ക് കൊടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് അമേരിക്കയിലുള്ള സ്ത്രീകളെ കൊണ്ട് ഈ വ്യക്തിക്ക് സിഗരറ്റ് വലിപ്പിക്കാൻ സാധിക്കുക? അതൊരു വലിയൊരു പ്രശ്നമാണ്. നാളെ മുതൽ സ്ത്രീകളെല്ലാവരും സിഗരറ്റ് വലിക്കണം എന്ന് പറഞ്ഞിട്ടൊരു പത്രപരസ്യം കൊടുത്താൽ ഒരു പക്ഷെ പറ്റിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയാൽ സിഗരറ്റ് വലിച്ചോളണമെന്നില്ല. അവിടെയാണ് വളരെ ആസൂത്രിതമായിക്കൊണ്ട് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ പരസ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം അമേരിക്കയിൽ തീർത്ത ഒരു വിപ്ലവം. അതിനെ നമുക്ക് വിപ്ലവം എന്നൊക്കെ പറയാൻ പറ്റുമോ അറിയില്ല, പക്ഷെ ആ ഒരു വ്യത്യാസം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ചെയ്തെന്താന്ന് ചോദിച്ചാൽ, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ, ചില റാലികളൊക്കെ നടത്താൻ തുടങ്ങുകയാണ്. 1929 ഈസ്റ്റർ പരേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂയോർക്ക് സിറ്റിയിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈസ്റ്ററിന്റെ പരേഡ് ഇങ്ങനെ നടക്കുമല്ലോ, അതിന്റെ കൂടെ ടോർച്ചസ് ഓഫ് ഫ്രീഡം ക്യാമ്പയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. അതിന് സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം കുറച്ച് സ്ത്രീകളെ വിലക്കെടുക്കുക മീൻസ് കുറച്ച് പൈസ കൊടുത്തുകൊണ്ട് അവരെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു. അദ്ദേഹം ഏൽപ്പിച്ച കാര്യം എന്താന്ന് ചോദിച്ചാൽ, എന്തായാലും ഈസ്റ്റർ പരേഡ് ഇങ്ങനെ നടക്കും. ആ ഈസ്റ്റർ പരേഡ് നടക്കുന്നതിന്റെ കൂടെ അവിടെ നിങ്ങൾ ഈ പണം കൊടുത്ത് ഏൽപ്പിച്ച സ്ത്രീകൾ അവരെന്ത് ചെയ്യണം, ഒരു പരേഡ് പോലെ സിഗരറ്റ് വലിച്ചുകൊണ്ട് ആ പരേഡിന്റെ ഭാഗമായി ഇങ്ങനെ നടക്കണം. ഓക്കെ, കുറച്ചാളുകളെ പണം കൊടുത്തുകൊണ്ട് അങ്ങനെ ഏൽപ്പിച്ചു. അവരെന്ത് ചെയ്തു, ആ രൂപത്തിൽ തന്നെ നടന്നു. ഇതിന്റെ കൂടെ ഇദ്ദേഹം വേറൊരു കാര്യം കൂടി ചെയ്തു. അതെന്താന്ന് ചോദിച്ചാൽ, പത്രങ്ങളെയെല്ലാം പണം കൊടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു. ഈസ്റ്റർ പരേഡിന്റെ വാർത്തയും ചിത്രങ്ങളും എല്ലാം പിറ്റേ ദിവസത്തെ പത്രത്തിൽ എന്തായാലും വരും. അപ്പോ ഇദ്ദേഹം പ്രധാന പത്രങ്ങളെയെല്ലാം സമീപിച്ചുകൊണ്ട് ഇദ്ദേഹം ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, അവർക്ക് പണം നൽകിക്കൊണ്ട്
ഈ സിഗരറ്റ് വലിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോ ഏറ്റവും പ്രധാന പേജിൽ എല്ലാവരും കാണുക പിറ്റേ ദിവസത്തെ വാർത്തയായി പുറത്തു വരികയും ചെയ്തു. അതിൽ ഒരു ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോ പിറ്റേ ദിവസത്തെ പത്രത്തിൽ നോക്കുമ്പോൾ വളരെ ശാക്തീകരിക്കപ്പെട്ട കുറെ സ്ത്രീകൾ ഇങ്ങനെ നടക്കുന്നു. അവരുടെ ശാക്തീകരണത്തിന്റെ ചിഹ്നം എന്താണ്? അവരിങ്ങനെ സിഗരറ്റ് വലിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞു. അതോടുകൂടി പിറ്റേന്ന് എല്ലാ സ്ത്രീകളും സിഗരറ്റ് വലിക്കുന്നല്ല, മറിച്ച് അത് ഒന്നാമത്തെ ഒരു ഡോസ് ആയിരുന്നു. അപ്പോൾ ഇത് എന്ത് ചെയ്തു? വളരെ കൃത്യമായി വർക്കൗട്ടായി. പിറ്റേ ദിവസമുള്ള അമേരിക്കയിലുള്ള എല്ലാവരും അവർ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം എന്ന് പറയുന്നത് സിഗരറ്റും വലിച്ചുകൊണ്ട് വളരെ ശാക്തീകരിക്കപ്പെട്ട കുറച്ച് സ്ത്രീകൾ ഇങ്ങനെ നടക്കുന്ന, അവർ പരേഡ് നടത്തുന്ന വളരെ ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളുടെ കുറച്ച് ഉദാഹരണങ്ങളെയാണ് അവർ പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ കണ്ടത്. ഇതുകൊണ്ട് മാത്രം അദ്ദേഹം അവസാനിപ്പിച്ചില്ല. അതിനുശേഷം അദ്ദേഹം ഒരുപാട് പരസ്യങ്ങൾ കൂടി പത്രങ്ങളിൽ നൽകുകയാണ്. അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വുമൺ ആർ ഫ്രീ, അതായത് സ്ത്രീകൾ സ്വതന്ത്രരാണ്. An ancient prejudice has been removed. പരമ്പരാഗതമായി ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രജുഡീസ് അതിതാ ഇവിടെ തകർത്തെറിയപ്പെട്ടിരിക്കുന്നു. എന്താ ആ പ്രജുഡീസ്? സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആ വിവേചനം എന്താ? പുരുഷന്മാർ മാത്രമേ സിഗരറ്റ് വലിക്കാൻ പാടുള്ളൂ, സ്ത്രീകൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ വിവേചനം ഇതോടുകൂടി തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ലക്കി സ്ട്രൈക്ക് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ സിഗരറ്റിന്റെ ചിത്രവും അത് സ്ത്രീകൾ ആ സിഗരറ്റ് വലിക്കുന്ന ചിത്രവുമെല്ലാം പരസ്യങ്ങളിൽ വരാൻ തുടങ്ങി. അതേപോലെ തന്നെ റീച്ച് ഫോർ എ ലക്കി ഇൻസ്റ്റെഡ് ഓഫ് എ സ്വീറ്റ്, സ്ത്രീകൾ ഇങ്ങനെ മിഠായി തിന്നാനുള്ളവരല്ല, മറിച്ച് അവരിങ്ങനെ സിഗരറ്റ് ഒക്കെ വലിച്ചുകൊണ്ട് ഇറ്റ്സ് ടോസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ രസകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ സ്ലോഗനുകളും എല്ലാം കൊടുത്തുകൊണ്ട് നിരന്തരമായി പത്രപരസ്യങ്ങളും വരാൻ തുടങ്ങി. അപ്പോ ഇത് നമ്മൾ പറയുന്നത് വളരെ വിശാലമായി നടന്നിട്ടുള്ള ഒരു ക്യാമ്പയിന്റെ വളരെ ചുരുങ്ങിയ രൂപമാണ് പറഞ്ഞത്. ഇങ്ങനെ ചില ന്യൂസുകളും ചില പരസ്യങ്ങളും നിരന്തരമായി വന്നതോടുകൂടി ആ സമൂഹത്തിന്റെ ചിന്ത എന്തായി മാറുകയാണ്? സ്ത്രീകൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതൊരു സ്ത്രീകൾക്കെതിരായ വിവേചനമാണ് എന്നായി. അതോടൊപ്പം സ്ത്രീകൾ സിഗരറ്റ് വലിക്കുന്നത് അവരുടെ ശാക്തീകരണത്തിന്റെ അടയാളമാണ് എന്നുമായി. അപ്പോ ശാക്തീകരിക്കപ്പെട്ട എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകൾ അവരുടെ അടയാളം എന്താ? അവരിങ്ങനെ സിഗരറ്റ് ഒക്കെ വലിക്കും. അതോടൊപ്പം സ്ത്രീകൾ ആരെങ്കിലും സിഗരറ്റ് വലിക്കരുത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സ്ത്രീ വിരുദ്ധതയാണ്. കാരണം എന്താ? പുരുഷന്മാർക്ക് ഇവിടെ സിഗരറ്റ് വലിക്കാൻ ഒരു പ്രശ്നമില്ല, അപ്പൊ സ്ത്രീകളോട് സിഗരറ്റ് വലിക്കരുത് എന്ന് പറയാൻ എന്താ കാരണം? അപ്പോ ആ ഒരു കാര്യവും മാറ്റിവെച്ചു. മാത്രമല്ല ഇതിന്റെ കൂടെ അദ്ദേഹം ചെയ്ത കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയാം സയൻസ് ഫോർ എ പേർപ്പസ്, ഇതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ പലപ്പോഴും ഈ വാട്സപ്പിലുള്ള ഫോർവേഡ് മെസ്സേജുകൾ വല്ലാതെ ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ന ശാസ്ത്ര പഠനം നടന്നിട്ടുണ്ട്, അതിൽ ഇന്ന റിസൾട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ പല രൂപത്തിൽ പ്രചരിപ്പിക്കും. അപ്പോ ഇദ്ദേഹം ചെയ്തെന്താ വെച്ചാൽ, നമുക്ക് ആവശ്യമെങ്കിൽ പലപ്പോഴും ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് വേണ്ട രൂപത്തിലുള്ള ശാസ്ത്ര പഠനങ്ങളെ അടക്കം നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ ഭാഗമായി സിഗരറ്റ് വലിച്ചാൽ സ്ത്രീകളുടെ ശരീരത്തിൽ പ്രത്യേകിച്ചും ചില ഗുണങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്ന ചില ശാസ്ത്ര പഠനങ്ങൾ കൂടി ഇതിന്റെ കൂടെ വരികയാണ്. അതും എന്ത് ചെയ്തു? ന്യൂസിൽ വരാൻ തുടങ്ങി. അപ്പൊ എന്തായി? സ്ത്രീകൾക്കെതിരെ ഉള്ള വിവേചനമാണ് അവർ സിഗരറ്റ് വലിക്കരുത് എന്ന് പറയുന്നത്. സിഗരറ്റ് വലിക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളുമാണ്. അതോടൊപ്പം ഈ സിഗരറ്റ് വലിച്ചാൽ കുറെ നല്ല ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. ഇത് കൂടിയൊക്കെ ആയപ്പോ എന്തായി? അമേരിക്കയിൽ സിഗരറ്റ് വലിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കുതിച്ചുയർന്നു. പിന്നെ ആ സിഗരറ്റ് വലിക്കുന്ന ആ ഒരു അവസ്ഥ അത് വളരെ വലിയ രൂപത്തിൽ മുന്നോട്ട് പോയി. ഏതാനും പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴാണ് സ്ത്രീകൾക്കിടയിൽ പല രൂപത്തിലുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ചും പിന്നെ ലങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൾമണറി ഡിസീസസ് ഒക്കെ വലിയ രൂപത്തിൽ വ്യാപിക്കുകയും പിന്നെ അത് വാർത്തയായപ്പോഴാണ് പിന്നെ അതിന് കുറച്ചൊരു കുറവെങ്കിലും ഉണ്ടായത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ ചോദിച്ചാൽ, ഈ സംഭവം വിശദീകരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആ സമയത്ത് സിഗരറ്റ് വലിച്ച, ഇന്നും സിഗരറ്റ് വലിക്കാനുള്ള സ്ത്രീകളിലേക്ക് കൂടുതൽ സിഗരറ്റ് എത്താനുള്ള കാരണം ഇത് തന്നെയാണ്. 1929 തുടങ്ങിയ ഈ ക്യാമ്പയിനാണ്. അന്ന് സിഗരറ്റ് വലിച്ച സ്ത്രീകളൊക്കെ എന്താ വിചാരിച്ചത്? ഇതെന്റെ സ്വാതന്ത്ര്യമാണ്, ഇതെന്റെ ശാക്തീകരണമാണ്. ഇവിടെയുള്ള പുരുഷാധിപത്യത്തിനെതിരെ പുരുഷന്മാർ സിഗരറ്റ് വലിക്കും, സ്ത്രീകൾക്ക് എന്താ വലിച്ചാല് സ്ത്രീകൾ സിഗരറ്റ് വലിക്കുന്നതുകൊണ്ട് ആരോഗ്യ ഗുണങ്ങളുണ്ട്, ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് അവർ വിചാരിച്ചെന്താ?
അവർ സിഗരറ്റ് വലിക്കുന്നത് അവരുടെ സ്വയം താല്പര്യം കൊണ്ടാണ് എന്നാണ്, അവരുടെ സ്വാതന്ത്ര്യമാണത് എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവം? ഒരാൾ പ്ലാൻ ചെയ്ത്, ഈ എഡ്വേർഡ് ബേണീസ് എന്ന് പറയുന്ന ഈ വ്യക്തി, അദ്ദേഹം പ്ലാൻ ചെയ്ത്, അദ്ദേഹം ഇങ്ങനെ ആദ്യം ഇന്ന രൂപത്തിൽ ഒരു ഈസ്റ്റർ പരേഡ് നടക്കണം. ആ ഈസ്റ്റർ പരേഡിൽ കുറച്ച് ആളുകളെ പണം കൊടുത്തുകൊണ്ട് സിഗരറ്റ് വലിക്കാൻ ഏർപ്പാടാക്കണം. അതിനുശേഷം അത് ഫോട്ടോ എടുത്ത് പത്രത്തിൽ വരണം. അതിനുശേഷം അതിന്റെ പിറ്റേ ദിവസം മുതൽ സിഗരറ്റ് വലിക്കുന്ന സ്ത്രീകളെ കുറിച്ചുള്ള പരസ്യങ്ങൾ വരണം. അതിന്റെ കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത കുറച്ച് ശാസ്ത്ര പഠനങ്ങൾ വരണം. അതിന്റെ വാർത്തകൾ പത്രങ്ങളിൽ ഇങ്ങനെ ഇടക്കിടയ്ക്ക് വരണം. ഇതൊക്കെ ഒരാൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്. അങ്ങനെ പ്ലാൻ ചെയ്ത് അമേരിക്കൻ ജനതയെ പറ്റിക്കാൻ ഒരാൾ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു കഥയായിരുന്നു സിഗരറ്റ് കഥ. ആ കഥയിൽ അയാൾ വിചാരിച്ചതുപോലെ, അയാൾ പ്ലാൻ ചെയ്തതുപോലെ വീഴുകയായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്കയിലെ സ്ത്രീകൾ. പക്ഷെ അമേരിക്കയിലെ സ്ത്രീകൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നോ? അമേരിക്കയിലെ സ്ത്രീകൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ ഞങ്ങൾ ഒരാളുടെ അടിമയെ പോലെ, അയാൾ വിചാരിച്ചതുപോലെ, അയാൾ പ്ലാൻ ചെയ്തതുപോലെ അങ്ങനെ പോവുകയാണെന്ന് അവർക്ക് തോന്നിയിരുന്നോ? ഇല്ല. അവർ വിചാരിച്ചത് ഞങ്ങൾ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ ഇതാ സിഗരറ്റൊക്കെ വലിച്ച് ഇവിടെയുള്ള പുരുഷാധിപത്യത്തിനെതിരായി ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെയുള്ള സ്ത്രീ വിവേചനത്തിനെതിരായ ഒരു സമരമാണ് ഞങ്ങളുടെ സിഗരറ്റ് വലിയെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. ഇവിടെയാണ് നമ്മൾ അറിയാതെ നമ്മൾ സ്വതന്ത്രരാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യമാണ് എന്ന രൂപത്തിൽ നമ്മൾ പലപ്പോഴും അടിമകളാക്കപ്പെടുന്നത് എന്നുള്ളതിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് കേവലം അമേരിക്കയിലെ സിഗരറ്റ് കഥയിൽ ഒതുങ്ങുന്നതല്ല. ഇവിടെ നമ്മൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഇന്നല്ല ഒരു 5-6 ദിവസം പറയാൻ മാത്രം പബ്ലിക് റിലേഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം ഒരുപാട് മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. എല്ലാം കൂടി ഇവിടെ പറയുന്നില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ചിന്തയെ വലിയ രൂപത്തിൽ ബാധിക്കുന്നത് ഇത്തരം ചില പരസ്യങ്ങളും കോർപ്പറേറ്റ് താല്പര്യങ്ങളുമാണ്. വേറൊരു ഉദാഹരണം കൂടി പറയാം. സ്ത്രീകളുടെ വസ്ത്രധാരണം. സ്ത്രീകളുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ സ്ത്രീയുടെ സൗന്ദര്യം എന്താണ്? ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന് പല രൂപത്തിൽ വ്യാഖ്യാനിക്കാം. സ്ത്രീയുടെ സൗന്ദര്യം അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ പ്രത്യേകിച്ചും വെസ്റ്റേൺ ലോകത്ത്, പാശ്ചാത്യ ലോകത്ത് സ്ത്രീകളുടെ സൗന്ദര്യം എന്താണ് എന്നുള്ളതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്. അതിന് കൃത്യമായ ചില ഷെയ്പ്പ് അടക്കം മീഡിയ പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഹവർ ഗ്ലാസ് അല്ലെ, നമുക്കറിയാം, ഒരു സമയത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു ഹവർ ഗ്ലാസ് ഒക്കെ നമുക്കറിയാം. അതുപോലെ ആയിരിക്കണം, അതുപോലെ വടിവത്തതായിരിക്കണം സ്ത്രീയുടെ ശരീരം. ഒരു ഹവർ ഗ്ലാസ് സ്ട്രക്ചർ ആയിരിക്കണം, ഒരു വെളുത്ത സ്കിൻ ആയിരിക്കണം, അതുപോലെ തന്നെ കുറച്ചൊരു റെഡിഷ് ആയിട്ടുള്ള ചുണ്ടായിരിക്കണം. ഇത് ഞാനിങ്ങനെ ഓരോന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു സ്ത്രീയുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരസ്യങ്ങളിലൂടെ, സിനിമകളിലൂടെ, മീഡിയകളിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാൻ ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്? ആളുകൾ ഇതിനു വേണ്ടി പരിശ്രമിക്കണം. സ്ത്രീകൾ, ഏതൊരു സ്ത്രീയും അവർ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവരെന്താ വിചാരിക്കേണ്ടത്? ആ പരസ്യത്തിൽ കണ്ട, സിനിമയിൽ കണ്ട ആ ഒരു ഫിഗറിലേക്ക് എനിക്കെത്തണം, ആ ഒരു തൊലി നിറത്തിലേക്ക് എനിക്കെത്തണം എന്നായിരിക്കും ഏതൊരു പെണ്ണും ചിന്തിക്കുക. അപ്പൊ എന്ത് ചെയ്യും? അതിനെ വിപണിയാക്കുന്ന കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ പലതരം സർജറികൾ, ഈ സൗന്ദര്യവർദ്ധക സർജറികൾ, ഇങ്ങനെയുള്ള ഒരുപാട് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ അതിന് പിന്നിലുണ്ട്. അപ്പോ ഈ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കെല്ലാം വേണ്ടി സ്ത്രീകൾക്ക് അവരുടെ മനസ്സിൽ ഇട്ട് കൊടുക്കുകയാണെന്ത്? ആ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇന്ന ഒരു തൊലി നിറമാണ്, അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരു ഷെയ്ഡാണ്, നിങ്ങളുടെ ചുണ്ട് ഇങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ മൂക്ക് ഇങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ ശരീരത്തിന്റെ ഫിഗർ ഇങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ വസ്ത്രധാരണം ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ നല്ല ഫംഗ്ഷനിൽ പോകുമ്പോൾ എത്രത്തോളം വസ്ത്രം കുറയുന്നോ അത്രത്തോളം നിങ്ങൾ സുന്ദരിയാകും. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ സ്ത്രീകളുടെ മനസ്സിലെ ഇട്ടുകൊടുക്കുകയാണ്. എങ്ങനെ ഒറ്റയടിക്ക് ഒരാൾ പോയിട്ട് പ്രസംഗം നടത്തിയിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ആയിരിക്കണമെന്ന് പ്രസംഗിക്കല്ല. നേരത്തെ പറഞ്ഞ സിഗരറ്റ് കഥ ഒന്നുകൂടി ഓർമ്മിക്കുക. ഈ രൂപത്തിൽ നിരന്തരമായി അവരുടെ സോഷ്യൽ മീഡിയകളിലൂടെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ മലയാളത്തിലൊക്കെ വളരെ വ്യാപകമായി കൊണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവർ ചെയ്യുന്ന, നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവരവരുടെ ദിവസമുള്ള കഥകൾ പറയായിരിക്കും. ഞാൻ ഇന്ന് മാളിൽ പോയി, ഗൈസ് ഞാൻ ഇന്ന് കല്യാണത്തിന് പോയി എന്നൊക്കെ പറയും. അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ കല്യാണത്തിന് പോകുമ്പോൾ അവരിടുന്ന വസ്ത്രം, അവരിടുന്ന മേക്കപ്പ്, അവരുടെ ചുണ്ടിന്റെ കളറ്, അവരുടെ മൂക്കിന്റെ ഷേപ്പ്, ഇതൊക്കെ ഇത് കാണുന്ന ആളുകളുടെ മനസ്സിലേക്ക് പതിയുകയാണ്. അതാണ് സൗന്ദര്യമെന്ന് അവരുടെ മനസ്സിലേക്ക് പതിയുകയാണ്. പിന്നെ അവരുടെ ചിന്ത എന്താ? ആ ഒരു സൗന്ദര്യ സങ്കല്പത്തിലേക്ക് ഞാനും എത്തണം. അതാണ് സൗന്ദര്യ സങ്കല്പം. അതുകൊണ്ട് ഞാൻ അവിടേക്ക് എത്തണം. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ചില മേക്കപ്പ് ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരും,
ഞാൻ ചിലപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ചില സർജറികൾ ചെയ്യേണ്ട, എൻ്റെ മൂക്കിന്റെ ഷേപ്പ്, എൻ്റെ മൂക്കിന്റെ ആ ഒരു വടിവ് അത്ര ശരിയായിട്ടില്ല, അതുകൊണ്ട് അവിടെ ഒന്ന് സർജറി ചെയ്യണം. എൻ്റെ പുരിക അത്ര ശരിയായിട്ടില്ല, അതൊന്ന് പ്ലക്ക് ചെയ്യണം. എൻ്റെ മൊത്തത്തിൽ ശരീരത്തിന്റെ ഒരു രൂപം അത്ര പോരാ, അതുകൊണ്ട് കുറച്ചും കൂടി മെലിയണം. ചില പെൺകുട്ടികളൊന്നും ഭക്ഷണം തന്നെ കഴിക്കുന്നില്ല. അതാ കാരണം. എന്താ? ഈ ഷേപ്പിലേക്ക് എത്തണം. ഈ ഷേപ്പിലേക്ക് എത്താൻ ഭക്ഷണം തന്നെ കഴിക്കാതെ പട്ടിണി കിടക്കാൻ. അപ്പോ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതാണ് സൗന്ദര്യമെന്ന് മീഡിയയും പരസ്യങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അവരുടെ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സിഗരറ്റ് കഥ ഞാൻ പറഞ്ഞത് ഓർമ്മിക്കുക. അതുപോലെ ഒറ്റയടിക്കല്ല, നിരന്തരമായി ഇത്തരത്തിലുള്ള പരസ്യങ്ങളിലൂടെയും വാർത്തകളിലൂടെയും അവരുടെ മനസ്സിലേക്ക് സെറ്റ് ചെയ്യാൻ. ഇതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇതിങ്ങനെ കുറച്ച് ആൾക്കാർ മേക്കപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യമല്ല. പലപ്പോഴും സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെ പോലും ബാധിക്കുന്ന രൂപത്തിൽ, അപകടകരമായ രൂപത്തിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയിട്ടുള്ളത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ്, യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയാണ്. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. പരസ്യങ്ങളിലൂടെയും അതുപോലെ തന്നെ മീഡിയകളിലൂടെയും എല്ലാം സ്ത്രീകളുടെ, പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ മനസ്സിലേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സൗന്ദര്യ സങ്കല്പം അടിച്ചേൽപ്പിക്കുകയും അത് നേടുവാൻ വേണ്ടി അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വിപണിയിലേക്ക് കൊണ്ടുവരികയും അത് കൂടുതലായി വ്യാപകമായി സ്ത്രീകളെ കൊണ്ട് ഉപയോഗിപ്പിക്കുവാനുമുള്ള ഒരു രീതി. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു രക്ഷിതാവ് പറയാണ്, മോളെ അതൊന്നും ഉപയോഗിക്കണ്ട, അതൊക്കെ ഇടങ്ങേറല്ലേ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളെല്ലാം ഉപയോഗിച്ച് അത് സ്കിൻ ക്യാൻസറിനൊക്കെ കാരണമാവൂലേ, അല്ലെങ്കിൽ നമ്മുടെ തൊലിയുടെ പല കാര്യങ്ങൾക്കും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവൂലേ എന്നൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും ഇതൊന്നും അറിയാത്തൊരു കുട്ടിയുടെ സ്വാഭാവികമായ റെസ്പോൺസ്? ഉപ്പയും എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട, അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ആ തീരുമാനം യഥാർത്ഥത്തിൽ അവളുടേതാണോ? അല്ല. നേരത്തെ സിഗരറ്റ് കഥ പറഞ്ഞതുപോലെ ചില ആളുകൾ അവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ വിപണിക്ക് വേണ്ടി, അവരുടെ ലാഭത്തിനു വേണ്ടി അവരുണ്ടാക്കിയ ചില സങ്കല്പങ്ങൾ, അതിനുവേണ്ടി അവർ തന്നെ ഉണ്ടാക്കിയ ചില പ്രോഡക്റ്റുകൾ, അത് വിറ്റഴിക്കാനുള്ള തന്ത്രമായിരുന്നു. ആ തന്ത്രത്തിൽ ഒരു അടിമ മാത്രമാണ്, അതിൽ കുരുങ്ങിയ ഒരു അടിമ മാത്രമാണ് നമ്മളോട് പറയുന്ന ഈ പെൺകുട്ടിന്ന്. ആ കുട്ടിക്കറിയില്ല. കാരണം ആ കുട്ടി വിചാരിക്കുന്നത് ഇതെന്റെ സ്വാതന്ത്ര്യമാണ്, ഇതെന്റെ അവകാശമാണ് എന്നാണ്. ഇത് ഞാൻ പറയുന്നത്, ഇത് കേവലമായിട്ടുള്ള ഈ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുന്നതിലൂടെ മാത്രം, ഇവിടെ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. നമുക്ക് ഒരുപാട് പഠനങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ കുറച്ച് പഠനങ്ങൾ കാണാൻ സാധിക്കും. ജനറൽ ബോഡി ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ പ്രത്യേകിച്ചും പാശ്ചാത്യ യുവതികൾക്കിടയിൽ വളരെ വ്യാപകമാണ്. എന്താ ഈ ജനറൽ ബോഡി ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ? സ്വന്തം ശരീരത്തെ പറ്റി ഒരു തൃപ്തിക്കുറവ്, സ്വന്തം ശരീരത്തെ പറ്റി, സ്വന്തം സൗന്ദര്യത്തെ പറ്റി ഒരു തൃപ്തിക്കുറവ്. അതിൽ കുറച്ച് പഠനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ സർവേ 2017 നടത്തിയിട്ടുള്ള സർവേയിൽ പറയുന്നത് 40% സ്ത്രീകൾ അവരുടെ ശരീരത്തെക്കുറിച്ച് അസംതൃപ്തരാണ് എന്നാണ്. മാത്രമല്ല, അതിൽ 18 മുതൽ 34 വരെ പ്രായമുള്ള സ്ത്രീകൾക്കാണ് അത് കൂടുതൽ. അതുപോലെ തന്നെ ഗ്ലോബൽ ബ്യൂട്ടി ആൻഡ് കോൺഫിഡൻസ് റിപ്പോർട്ട് 2016 വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിൽ പറയുന്നത് ഏകദേശം 69 സ്ത്രീകളും അതുപോലെ തന്നെ 65% പെൺകുട്ടികളും അവരെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണയുള്ള ലൈഫ് ആക്ടിവിറ്റികളിൽ നിന്നും മാറി നിൽക്കുന്നു. അതിന്റെ കാരണം എന്താ? ദേ ആർ ഫീലിംഗ് ബാഡ് അബൌട്ട് ദെയർ ലുക്സ്. അവരുടെ ആ ഒരു ലുക്കിനെ കുറിച്ച്, അവരുടെ ആ ഒരു ബോഡിയെ കുറിച്ച് അവർക്ക് ഒരു തൃപ്തിക്കുറവുണ്ട്. അതുപോലെ തന്നെ 85% സ്ത്രീകളും 79% പെൺകുട്ടികളും അവർ പലതരത്തിലുള്ള ഇമ്പോർട്ടന്റ് ലൈഫ് ആക്ടിവിറ്റീസ്, സോഷ്യലൈസിങ്, അതുപോലെ തന്നെ മറ്റുള്ളവരുമായി കൂട്ടുകൂടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാനുള്ള കാരണം അവർക്ക് സ്വന്തം അപ്പിയറൻസിനെ കുറിച്ച് ഒരു തൃപ്തിക്കുറവുണ്ട് എന്നാണ്. ഇത് ഒരുപാടെണ്ണം കാണാൻ സാധിക്കും. സോഷ്യൽ ഇഷ്യൂസ് റിസർച്ച് സെന്റർ SIRC റിപ്പോർട്ട് 2011 പറഞ്ഞിട്ടുള്ളത് 80% സ്ത്രീകളും അവരുടെ ലുക്കിനെ കുറിച്ച്, അവരുടെ അപ്പിയറൻസിനെ കുറിച്ച് അവര് ഡിസാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ അവര് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാഷണൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അസോസിയേഷൻ NEDA റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 70% സ്ത്രീകളും 18 മുതൽ 30 വരെ പ്രായത്തിലുള്ള 70% സ്ത്രീകളും അവർ എന്ത് ചെയ്യാണ്, പല രൂപത്തിൽ അവരുടെ ഈ ലുക്കിന്റെ പ്രശ്നം കൊണ്ട് അവർ കാണുന്നതിൽ അത്ര പോരാന്ന് തോന്നിയത് കൊണ്ട് അവർ പല രൂപത്തിലുള്ള ലൈഫ് ആക്ടിവിറ്റീസ് നിന്നും മാറി നിൽക്കുന്നു. ഇങ്ങനെ ഒരുപാടെണ്ണം കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ,
80% വരെ, ഏകദേശം ഒരു 60 മുതൽ 80% വരെ സ്ത്രീകൾ, എന്നാലോചിച്ചു, ഒരു സമൂഹത്തിലുള്ള 60 മുതൽ 80% സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പകുതിയിലധികം വന്നു. അത്രയും സ്ത്രീകൾക്ക് സ്വന്തം അപ്പിയറൻസിനെ കുറിച്ച് ഒരു തൃപ്തിക്കുറവ്. എന്റെ കാരണം അവർ കാണുന്ന യഥാർത്ഥ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അവർ കാണുന്ന യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ പരസ്യങ്ങളിൽ കാണുന്ന സ്ത്രീയുടെ സൗന്ദര്യമാണ്. എന്നിട്ട് അവരിങ്ങനെ കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ ആ സ്ട്രക്ചർ അവിടെ എന്റെ ശരിയായിട്ടില്ല, എന്റെ തൊലി നിറം അവിടേക്ക് എത്തിയിട്ടില്ല, എന്റെ ചുണ്ടിന്റെ നിറം അവിടേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് എത്ര തന്നെ സൗന്ദര്യം ഉണ്ടെങ്കിലും അവർക്ക് സ്വയം ഒരു തൃപ്തിക്കുറവുണ്ടാകുന്നു. ഇങ്ങനെ ഏതുവരെ ചോദിച്ചാൽ പല രൂപത്തിൽ മാനസികമായ പ്രയാസങ്ങളിലേക്കടക്കം, സോഷ്യലൈസിംഗിൽ നിന്ന് മാറി നിൽക്കുക, അതായത് സമൂഹത്തോട് ഇടപഴകുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നതിലേക്ക് വരെ സ്ത്രീകളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്താ? ഈ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി ചില സൗന്ദര്യ സങ്കല്പങ്ങൾ ഉണ്ടാക്കുകയും അതിനുവേണ്ടി ചില കോസ്മെറ്റിക് പ്രോഡക്റ്റുകളും കോസ്മെറ്റിക് സർജറികളും ഉണ്ടാക്കുകയും അതിന്റെ ചെലവിന് വേണ്ടി അതിന്റെ വിപണിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഈ 2 ഉദാഹരണം പറയുന്നത് ഈ സിഗരറ്റ് വലിയുടെയും അതുപോലെ തന്നെ സ്ത്രീ സൗന്ദര്യ സങ്കല്പത്തിന്റെയും ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ നമ്മുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ളത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അതിനൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് തിരിച്ചറിയയില്ല നമ്മളിങ്ങനെ എന്തിൻ്റെങ്കിലും അടിമകളായിക്കൊണ്ട് അവർ പറയുന്ന അവരുടെ പ്ലാനിനനുസരിച്ച് തുള്ളുന്നവരും പാവകളാണ് നമ്മൾ എന്ന് നമ്മൾ തിരിച്ചറിയൂല. കാരണം എന്താ? നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ താല്പര്യമാണ്, എൻ്റെ അവകാശമാണെന്നാണ്.